السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة وألموا أن الله شديد العقاب. പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പ്രൗഢഗംഭീരമായ രണ്ട് പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഞാനും നിങ്ങളും. വീട്ടിലേക്കുള്ള യാത്രക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വിഷയം അവതരിപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളും ഈ രൂപത്തിലുള്ള തിന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമൊക്കെ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ് ഞാനും നിങ്ങളും. സ്വന്തം മകളുടെ മാനത്തിന് വില പറയുന്ന അച്ഛൻ ജീവിക്കുന്ന, സ്വന്തം മാതാവിന് ഉറക്ക ഗുളിക നൽകി 10 മാസം ഗർഭം ചുമന്ന നൊന്തു പ്രസവിച്ച അമ്മിഞ്ഞപ്പാല് നൽകിയ, മാതാവിന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് വ്യഭിചരിച്ച മക്കൾ ജീവിക്കുന്ന, ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് ലോകം പഠിപ്പിക്കുകയും ലോകം അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അധ്യാപകന്മാരും താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എവിടെ നോക്കിയാലും തിന്മകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടത്. മനുഷ്യന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനും സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനും ആ നന്മയും തിന്മയിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും ലോകത്തിന്റെ തമ്പുരാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഉന്നമനാകാനും അധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് അധമനാകാനും ലോകത്തിന്റെ തമ്പുരാൻ സ്വാതന്ത്ര്യം നൽകിയ ഏക സൃഷ്ടി സമൂഹമാണ് മാനവ സമൂഹം. ഇവിടെയാണ് എന്റെ മുന്നിലിരിക്കുന്ന ഈ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ ജീവിതത്തെ നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, കയ്യെ നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുക, എന്റെ ജീവിതം നന്മ നിറഞ്ഞ ജീവിതമാണോ, ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ ജീവിതമാണോ എന്റെ ജീവിതമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നിരവധി അനവധി അധർമ്മങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും ആ അധർമ്മങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തെയും എന്റെ കണ്ണിനെയും എന്റെ മനസ്സിനെയും മോചിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന ധർമ്മനിഷ്ഠയുള്ള ഒരു മനുഷ്യനാണോ നമ്മളെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധർമ്മങ്ങളുടെ ഫലങ്ങൾ ഈ ലോകത്ത് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം, പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കാരണം, പ്രകൃതിപരമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമാണെന്ന് ലോകത്തിന്റെ തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും ഫസാദുകൾ പ്രകടമായി കൊണ്ടിരിക്കുന്നു, അധർമ്മങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നു, കുഴപ്പങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നു.
എന്തൊരു കാരണത്തിന്റെ പേരിലാണ് ഇത്തരം കുഴപ്പങ്ങൾ കടലിലും കരയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഖുർആൻ വിശദീകരിക്കുന്നു, ബിമാ കസബത്ത് ഐദിന്നാസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രകൃതിപരമായ ദുരന്തങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങൾ, ലോകത്തിന്റെ അനവധി ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുനാമികൾ, ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണെന്ന് ലോകത്തെ സൃഷ്ടിക്കുകയും ലോകത്തെ സംവിധാനിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യന് കാണാനുള്ള കണ്ണ് നൽകുകയും കേൾക്കാനുള്ള കാത് നൽകുകയും നടക്കാനുള്ള പാത നൽകുകയും പിടിക്കാനുള്ള കൈ നൽകുകയും തിന്നാനുള്ള അന്നം നൽകുകയും കുടിക്കാനുള്ള വെള്ളം നൽകുകയും ചെയ്ത ലോകത്തിന്റെ തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മഴയില്ല അല്ലേ? നിങ്ങൾക്ക് വെള്ളമില്ല അല്ലേ? കുടിക്കാൻ ഒരു നേരത്തെ വെള്ളത്തിനു വേണ്ടി മൈലുകൾ ദൂരം സഞ്ചരിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന 1000 മനുഷ്യർ ജീവിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി നമ്മൾ പഠിക്കുന്നത്. ആലോചിക്കണം, എന്തുകൊണ്ട് നമുക്ക് മഴ ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് നന്മകൾ ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രകൃതിപരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കേണ്ട നന്മകൾ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ നിമിത്തമാണ് ലോകത്ത് ഈ നന്മകളെല്ലാം തടയപ്പെട്ടത് എന്ന് ലോകത്തിന്റെ തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവസാനിച്ചിട്ടില്ല, ഒരായത്തുകൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു സമൂഹത്തെ വിശദീകരിക്കുന്നുണ്ട്, ഒരു സമൂഹത്തെ ഉദാഹരണമായി വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത? വറബല്ലാഹു മസലൻ ഖറിയതൻ ആമിനതൻ മുത്മഇന്ന. ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമയായി വിശദീകരിക്കുകയാണ്. എന്താണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത? ആമിനതൻ മുത്മഇന്ന, സുരക്ഷിതവും ശാന്തവുമായ സമൂഹമാണ് സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ഉപമിച്ച് പറഞ്ഞു തരികയാണ്. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? ശാന്തിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ, സുരക്ഷിതത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണവർ. എന്നിട്ട് പറയുന്നു, യഅതി റിസ്ഖുഹാ കുല്ല മകാൻ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവർക്കുള്ള ഉപജീവന മാർഗം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, റഹദ, സുഭിക്ഷമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഈ ആയത്തിൽ പറഞ്ഞത്? എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കണം. നാനാഭാഗത്തു നിന്നും ഈ നാട്ടിലേക്ക് അവർക്കാവശ്യമായ വെള്ളവും അവർക്കാവശ്യമായ ഭക്ഷണവും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. റഹദൻ, സുഭിക്ഷമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫകഫറത് ബിഅൻഉമില്ലാ, അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു. ലോകത്തിന്റെ തമ്പുരാൻ മഴയിറക്കി കൊടുത്തു, ലോകത്തിന്റെ തമ്പുരാൻ അവർക്ക് ഭക്ഷണം നൽകി, എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകി. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ലാ, അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു. അല്ലാഹുവിന്റെ വായു ശ്വസിച്ച്, അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച്, അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ച്, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് കണ്ട്, അല്ലാഹു തന്ന ചെവി കൊണ്ട് കേട്ട് ജീവിച്ച മനുഷ്യൻ ലോകത്തിന്റെ തമ്പുരാനിലേക്ക് മടങ്ങേണ്ടതിന് പകരം സൃഷ്ടികളിലേക്ക് മടങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ അധർമ്മമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. വീണ്ടും വിശദീകരിക്കുന്നു, ഫഅദാഖഹുമുല്ലാഹ് ലിബാസൽ ജൂഇ വൽ ഖൗഫ്. ഈ കാര്യങ്ങൾ അങ്ങ് ചെയ്തപ്പോൾ അല്ലാഹ് എന്താ ചെയ്തതെന്നറിയോ? ആ സമൂഹത്തെ എന്താ ചെയ്തത്? ഫഅദാഖഹുമുല്ലാഹ്, അല്ലാഹു അവരെ അനുഭവിപ്പിച്ചു. എന്താണ് അനുഭവിപ്പിച്ചത്? ലിബാസൽ ജൂഇ, വിശപ്പിന്റെ വസ്ത്രം അവരെ ധരിപ്പിച്ചു. വൽ ഖൗഫി, ഭയത്തിന്റെയും വസ്ത്രം അവരെ ധരിപ്പിച്ചു. ബിമാ കാനൂ യസ്നഊൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി. ലോകത്തിന്ന് ഭക്ഷ്യ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നാടുകൾ നിങ്ങൾ പരിശോധിക്കുക. എന്തുകൊണ്ടാണ് ഭക്ഷ്യ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നാടുകളിൽ പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നു മാത്രമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അധർമ്മകരമായ ജീവിതങ്ങളിൽ നിന്ന് ധർമ്മത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അനീതിയിൽ നിന്ന് നീതിയിലധിഷ്ഠിതമായ ജീവിതത്തിലേക്ക്, അക്രമത്തിൽ നിന്ന് അക്രമരാഹിത്യത്തിലേക്ക് തിരിച്ചു വരാൻ സമയമായിരിക്കുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോഴും
അത് കേൾക്കുമ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, തെര്യപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നോക്കൂ, എന്തൊക്കെ അധർമ്മങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അധർമ്മമായി ശിർക്കിനെ നമുക്കറിയാം, നമ്മൾ പരിചയപ്പെടുത്തപ്പെട്ടതാണ്, നമ്മൾ വിശദീകരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്താൽ നമുക്ക് നരകത്തിലാണ് നമ്മുടെ വാസസ്ഥലമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ എന്ന രൂപത്തിൽ വേറെ ആയത്തിലും നമുക്ക് കാണാം നരകമാണ് നമ്മുടെ സങ്കേതമെന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചതാണ്. ഏറ്റവും വലിയ അധർമ്മം ശിർക്കാണെന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും 70% ആളുകളും അതല്ലെങ്കിൽ 90% ആളുകളും മദ്യപാനികളാണ്, മദ്യത്തിനഡിക്റ്റാണ്. എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ? സാക്ഷര കേരളം, അക്ഷര കേരളം എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന നമ്മുടെ നാട്ടിലെ ഈ ആളുകൾ പോലും, ഭൂരിഭാഗം ആളുകൾ പോലും കള്ളിനഡിക്റ്റാണെന്ന് പറയുമ്പോ എന്തു സംഭവിച്ചു ഈ നാടിന്? എന്തു സംഭവിച്ചു ഈ നാടിന്റെ മക്കൾക്ക് എന്നാലോചിക്കേണ്ട, എന്ന് ചിന്തിക്കേണ്ട ഒരവസരമാണ്. കേരളത്തിന്റെ അവസ്ഥ പറയുമ്പോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന നാട് എവിടെയെന്ന് ചോദിക്കുമ്പോ ലോകത്തോ അത് കൊച്ചു കേരളമാണെന്ന് പറയും. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ എവിടെയെന്ന് ചോദിക്കുമ്പോ അത് കൊച്ചു കേരളത്തിലെന്ന് പറയും. കാരണം മനുഷ്യന്റെ മദ്യാസക്തിയാണ് ഇതിനെല്ലാം കാരണമെന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾ പരിശോധിക്കൂ. ഇന്ത്യ രാജ്യത്ത് 318 ലക്ഷം ആളുകളാണ് ജീവിക്കുന്നത് എങ്കിൽ അതിൽ 25% ആളുകൾ കുട്ടികളാണ്. ബാക്കി മുതിർന്നവരുടെ സംഖ്യ 240 ലക്ഷം പേരാണ്. എന്നാൽ അതിൽ 118 ലക്ഷം പേര് മുതിർന്ന പുരുഷന്മാരാണ്. അതിൽ 40% ആളുകളും മദ്യമാണ് ആഘോഷമെന്ന് വിശ്വസിക്കുന്നവരാണ്. തീർന്നിട്ടില്ല, അതിൽ 14% ആളുകളും മദ്യത്തിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇന്ത്യയിലെ ശരാശരി മദ്യവിൽപ്പന 8% ആണെങ്കിൽ കേരളത്തിൽ മദ്യവിൽപ്പന 20% വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിക്കണം, മുസ്ലിം കൈരേലിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 26 കോടി ലിറ്റർ കള്ളാണ് കേരളത്തിൽ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത് എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് വിറ്റത് ഒരു വർഷത്തിൽ 10 വർഷത്തിൽ 55 കോടിയുടെ കള്ളായിരുന്നുവെങ്കിൽ ഇന്ന് ഒരൊറ്റ കൊല്ലം കൊണ്ട് വിൽക്കുന്ന കള്ള് 5539 കോടിയുടെ രൂപയുടെ കള്ളാണ് വിറ്റതെങ്കിൽ ആലോചിക്കണം, ആരാണിത് കുടിച്ചു തീർത്തത്? ബീവറേജ് കോർപ്പറേഷന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവരുടെ പേര് പരിശോധിക്കുമ്പോ അമുസ്ലിമിന്റെ പേരല്ല കാണുന്നത്, മുസ്ലിമിന്റെ പേരാണ് കാണുന്നത്. മുഹമ്മദാണ് ക്യൂ നിൽക്കുന്നത്, റസാഖാണ് ക്യൂ നിൽക്കുന്നത്, അഹമ്മദാണ് ക്യൂ നിൽക്കുന്നത്. എന്തു പറ്റി മുസ്ലിം സമൂഹത്തിന്? ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ തമ്പുരാനിൽ നിന്ന് അകന്ന ഒരു സമൂഹത്തെയാണ് ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു, വമൻ യഇശ് അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു കരീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആരെങ്കിലും ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു കരീൻ, അവന് നാം ഒരു പിശാചിനെ കൂട്ടാളിയായി നിശ്ചയിച്ചു കൊടുക്കും. എന്താ പിശാചിന്റെ പണിയെന്നറിയോ? പിന്നെ പിശാചിന്റെ പണി എന്താ? പിശാചിന് എന്തൊക്കെ നന്മ ഇവൻ ചെയ്യുന്നുണ്ടോ ആ നന്മയെന്നൊക്കെ ഈ മനുഷ്യനെ തടയാ. എന്തൊക്കെ തിന്മ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ തിന്മകളാണോ ഇവൻ ചെയ്യുന്നത് അത് കൂടുതൽ ചെയ്യാൻ വേണ്ടി ഇവനാട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ആ പിശാചിന്റെ പണി. ഖുർആൻ വിട്ടു, ലോകത്തിന്റെ തമ്പുരാന്റെ വചനങ്ങൾ വിട്ടു, അള്ളാന്റെ കലാമ് വിട്ടു. ഇന്ന് നോക്ക്, മഗ്രിബിന്റെ സമയം വരുമ്പോ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന വീടുകളുണ്ടോ? മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഖുർആന് പാരായണം ചെയ്യുന്ന വീടുകളുണ്ടോ? ഇല്ല. എല്ലാവരും ടിവിക്ക് മുന്നിലാണ്. അവിടെ സീരിയലുകളാണ്, അവിടെ സിനിമയാണ്, അവിടെ സംഗീത സാന്ദ്രമായ വിരുദ്ധരിക്കുകയാണ്. അത് കണ്ടിരിക്കുന്നു ഉമ്മയും, അത് കണ്ടിരിക്കുന്നു വാപ്പയും, അത് കണ്ടിരിക്കുന്നു വല്ലിപ്പ, അത് കണ്ടിരിക്കുന്നു വല്യമ്മ. എല്ലാവരും ഒന്നിച്ചിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ തിന്മക്ക് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഖുർആനോത്തില്ല, അള്ളാഹിനെ പറ്റിയുള്ള ബോധമില്ല. പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ കള്ളുകുടിക്കാതിരിക്കും? എങ്ങനെ നമ്മുടെ മക്കൾ വ്യഭിചാരികളാകാതിരിക്കും? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് അടിസ്ഥാനപരമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, സകല തിന്മകളുടെയും മാതാവ് മദ്യമാണ്. എല്ലാ തിന്മകളുടെയും മാതാവ് മദ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ, കേരളക്കരയിൽ പിടിക്കപ്പെടുന്ന
ഇത്തരം പീഡന കേസുകൾ, ഇത്തരം അതിക്രമങ്ങൾ ചെയ്ത ആളുകൾ, കൊല നടത്തുന്ന ആളുകൾ, കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ, ഇവരൊക്കെ നിങ്ങൾ പരിശോധിച്ചു. ഇതിൽ ഭൂരിഭാഗം ആളുകളും ഇത്തരം മയക്കുമരുന്നിനോ കള്ളിനോ അഡിക്റ്റാണ്. നിയമപാലകർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, പിടിക്കപ്പെടുന്ന പിടിയാളികളെല്ലാം, പിടിക്കപ്പെടുന്ന ക്രിമിനലുകളെല്ലാം മദ്യത്തിനഡിക്റ്റാണ്, അതേപോലെ തന്നെ മയക്കുമരുന്നിനഡിക്റ്റാണ്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം എന്ത്? അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, സകല തിന്മകളുടെയും മാതാവാണ് മദ്യം. ഹംറ് എന്ന് അറബിയിലൊരു പ്രയോഗം നിങ്ങൾ നോക്കൂ. ഹംറ് എന്ന് പറഞ്ഞാൽ തന്നെ മാ ഹാമറൽ അഖൽ, ബുദ്ധിയെ മറക്കുന്ന. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി മറഞ്ഞു. അതുകൊണ്ടല്ലേ സാധാരണ നമ്മളുമായി സംസാരിക്കുന്ന ഒരു ജോസഫ് രാവിലെ മാന്യായിട്ട് സംസാരിച്ചു, പിന്നെ കള്ളും കുടിച്ചിട്ട് പിന്നെ അവൻ വരുമ്പോ പിന്നെ എങ്ങനെയാ? 4 കാലുമല. രാവിലെ നമ്മളോട് എന്തൊക്കെയുണ്ട് മുഹമ്മദ് ക എന്ന് ചോദിച്ചിരുന്നു, എന്തൊക്കെയുണ്ട് കാക്ക, എന്തൊക്കെയുണ്ട് വീട്ടിലൊക്കെ സുഖയല്ലേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ കള്ളും കുടിച്ചു വരുമ്പോ ഏതെങ്കിലും ഒരു 4 കാലുള്ളതിന്റെ പേരാണ് പറയുന്നത്, ഏതെങ്കിലും വാലുള്ളതിന്റെ പേരാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ മനുഷ്യനെ മാന്യതയിൽ നിന്ന്, ആ മനുഷ്യനെ അതല്ലെങ്കിൽ അപമര്യാദയായി സംസാരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു? അവന്റെ ബുദ്ധി ആ മദ്യം കുടിക്കുന്നതിലൂടെ മറക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അവരെന്തും ചെയ്യും. മാന്യമായി ജീവിക്കുന്ന മനുഷ്യന്മാർ അങ്ങാടികളിലെ തെരുവോരങ്ങളിൽ കിടക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? അവന്റെ ബുദ്ധിയെ മറയിടപ്പെടുന്നത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മദ്യാസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മദ്യത്തിനഡിക്റ്റാണോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മദ്യത്തിന്റെ ചഷകങ്ങൾ ചുണ്ടിനോട് ചേർത്ത് വെച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന, ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സമൂഹത്തെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദ്ധരിച്ചെങ്കിൽ നമ്മുടെ സമൂഹത്തെയും നമുക്ക് സമുദ്ധരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിസ്ലുൻ മിൻ അമലി ശൈത്താൻ എന്ന ആയത്ത് ഓതിയപ്പോൾ അതാ ചുണ്ടിനോട് ചേർത്ത് വെച്ചവർ കള്ളിന്റെ കോപ്പകൾ വലിച്ചെറിയുന്നു, വയറ്റിലേക്ക് ഇറക്കിപ്പോയവർ വായിലേക്ക് കൈയിട്ട് അത് ഛർദ്ദിച്ച ചരിത്രം. എന്തൊരു പരിവർത്തനമാണ്! അത് വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ പരിവർത്തനമാണ്. ഈ ഒരു പരിവർത്തനം നമ്മുടെ നാടുകളിലും സാധ്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് ISM സംഘടിപ്പിച്ച ഇസ്ലാമിക് എക്സിബിഷൻ, അതേപോലെ തന്നെ ലൈറ്റ് എക്സിബിഷൻ. ഇതിന്റെ ഓരോ സ്റ്റാളുകളിലൂടെ കടന്നു ചെല്ലുമ്പോഴും മദ്യമാണ് ജീവിതമെന്ന്, മദ്യമാണ് ആഘോഷമെന്ന് വിചാരിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതം എങ്ങനെ ക്രമീകരിക്കണം, ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, ജീവിതത്തിൽ പാലിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങൾ എല്ലാം പഠിപ്പിക്കപ്പെടുന്ന സെക്ഷനുകളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വായിക്കണം, പഠിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ മൊബൈലുകളും അതേപോലെ തന്നെ നെറ്റ് കണക്ഷനുകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തറിയപ്പെട്ടൊരു പണ്ഡിതൻ പറഞ്ഞു, നെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളെ നിരന്തരമായി നമ്മൾ അപകീർത്തി പറയും, അല്ലെങ്കിൽ ചീത്ത പറയും. ഈ വലിയ പണ്ഡിതൻ പറയുന്നത് യഥാർത്ഥത്തിൽ നെറ്റിലെ ഇന്റർനെറ്റ് കണക്ഷനിലൂടെ 95% നന്മയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാകെ 5% മാത്രമേ തിന്മയുള്ളൂ. പക്ഷേ 95% ആളുകളും ഈ 5% തിന്മയെ പുൽകാനും അത് സ്വീകരിക്കാനും പുറപ്പെടുന്നു. ഇതാണ് ഇന്ന് ലോകത്തിന്റെ പ്രശ്നം. 95% നെറ്റിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നന്മയാണ്. അതിൽ 5% മാത്രമേ തിന്മയുള്ളൂ. പക്ഷേ നമ്മളോ 95% ആൾക്കാർ ഈ തിന്മേന്റെ പിന്നിൽ, 5%ത്തിന്റെ പിന്നിൽ. ഇത് വലിയ പ്രശ്നമാണ്. ഞാനൊരു ആയത്തിന്റെ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ആയത്ത് ഞാൻ സൂചിപ്പിക്കാൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു ആയത്ത്, നമ്മളൊക്കെ വീടുകളിൽ കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആയത്ത്. ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ലിയസ്തഅദിനകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഉൽ ഹുലുമ മിൻകും സലാസ വറാത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിലൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകളെ പറ്റിയാണ് സംസാരിക്കുന്നത്.
എന്റെയും നിങ്ങളുടെയും വീടുകളിൽ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകളെ പറ്റിയാണ് ലോകത്തിന്റെ തമ്പുരാൻ ഈ ആയത്തിലൂടെ സംസാരിക്കുന്നത്. എന്താണ് പറയുന്നത്? ലിയസ്തഅ്ദിനകുമുല്ലദീന മലകത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ, നിങ്ങളുടെ അടിമകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. വല്ലദീന ലം യബ്ലുൽ ഹുലുമ മിൻകും സലാസ മറാത്തിൻ, നിങ്ങളുടെ വീട്ടിലെ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളും നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ 3 സമയങ്ങളിൽ. ശരിക്ക് ചിന്തിക്കണം, ഈ ആയത്ത് പഠിക്കണം നമ്മൾ. 3 സമയങ്ങളിൽ നിങ്ങളെ വീട്ടിലെ അടിമകളും നിങ്ങളെ വീട്ടിലെ കുട്ടികളും നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. ഏതൊക്കെയാ സമയം? വിശദീകരിക്കാൻ. മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്രി, സുബഹിയുടെ മുമ്പത്തെ സമയം, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വീട്ടിലെ തൊഴിലാളികളും നിങ്ങളോട് അനുവാദം ചോദിക്കാതെ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. രണ്ടാമത് പറയുന്നു, വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, നിങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് വിശ്രമിക്കുന്ന സമയം, ഉച്ച സമയം. ആ സമയത്തും നിങ്ങളുടെ റൂമിലേക്ക് നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ വീട്ടിലെ തൊഴിലാളികളും നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടല്ലാതെ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. മൂന്നാമത്തെ സമയം വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാര ശേഷം നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടല്ലാതെ നിങ്ങളുടെ മക്കളോ വീട്ടിലെ അടിമകളോ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? എന്നിട്ട് ഖുർആൻ ബാക്കി പറയാൻ, സലാത്തു ഔറാത്തിൽ ലക്കും, അത് നിങ്ങൾക്കുള്ള 3 മറകളാണ്, നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടേ. കാരണം അവിടെ നടക്കുന്നത് പരിപാവനമായ ദാമ്പത്യ ജീവിതമാണ്. അത് കുട്ടികൾ കാണാൻ പാടില്ല, കുട്ടികൾ അതിന് സാക്ഷ്യം വഹിക്കാൻ പാടില്ല, കുട്ടികൾ അത് കേൾക്കാൻ പാടില്ല. അത്രയും പരിപാവനമായ രഹസ്യമായി ഔറത്തായി അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു ദാമ്പത്യ ജീവിതത്തെ കുറിച്ച്. നമ്മൾ എന്താ ചെയ്തത്? വീട്ടിലൊരു ടെലിവിഷൻ വെച്ചു കൊടുത്തു, അതിനൊരു ചാനൽ കണക്ഷൻ എടുത്തു കൊടുത്തു. എന്നിട്ട് എന്താ ചാനൽ കണക്ഷനിലൂടെ മോൻ കാണുന്നത്? ഉമ്മയും മോനും ഇരിക്കുക, വാപ്പയും മക്കളും ഇരിക്കുക, വല്യമ്മയും വല്യപ്പ ഇരിക്കുക. എന്നിട്ട് എന്താ കാണുന്നത്? കാമുകനും കാമുകിയും കൂടി കിടപ്പർ രഹസ്യം പങ്കിടുന്നത്. എവിടെ? സലാസു ഔറാത്തിൽ ലക്കും എന്നല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 3 രഹസ്യമാണെന്ന് പറഞ്ഞ 3 ഔറത്തുകൾ എന്ന് പറഞ്ഞ ഈ 3 ഔറത്തുകളെയും ടെലിവിഷൻ വെച്ച്, ചാനൽ വെച്ച്, സിനിമ അവതരിപ്പിച്ച് നമ്മൾ ചവിട്ടി തകർക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം സഹോദരങ്ങളെ. ഇവിടെയാണ് നിങ്ങൾ വായിക്കേണ്ട ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. 5 വയസ്സുകാരിയായ ഒരു കുട്ടി കൊല ചെയ്യപ്പെടുകയാണ്. 5 വയസ്സുകാരിയായ ഒരു കുട്ടി കൊല ചെയ്യപ്പെടുകയാണ്. പിടിക്കപ്പെടുന്നത് ആരാന്നറിയോ? 10 വയസ്സുകാരനായ ഒരു കുട്ടി, അയൽവാസിയായ കുട്ടി. 10 വയസ്സുകാരനായ അയൽവാസിയായ കുട്ടീനെ പിടിക്കാൻ. എന്തിന്റെ പേരിലാ പിടിക്കുന്നത്? 5 വയസ്സുകാരിയായ അച്ചു എന്ന് പറയുന്ന ഒരു കുട്ടി കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ 2 കുട്ടികളും ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോവുക. സെന്റ് മേരീസ് സ്കൂൾ ഇടുക്കി ജില്ലയിൽ നടന്നതാണ്. 2011 ജൂലൈ 11 മാധ്യമം പത്രത്തിലെ 5ാമത്തെ പേജിൽ വന്ന് വാർത്തയാണ്. ഇവർ 2 പേരും ഒന്നിച്ച് സ്കൂളിലേക്ക് പോകും. സ്കൂളിലേക്ക് പോയി തിരിച്ചു വരും. കൊണ്ടുപോയി 10 വയസ്സുള്ള കുട്ടി ആ 5 വയസ്സുകാരിയായ പെൺകുട്ടിയെ ആ കുളത്തിന്റെ സൈഡിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒന്ന് നിങ്ങൾ ചിന്തിക്ക്, 10 വയസ്സുള്ള ഒരു കുട്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പത്രം എഴുതണമെങ്കിൽ അത് എത്രത്തോളായിരിക്കും? ഈ കുട്ടിക്ക് എന്ത് പീഡനം? എവിടുന്നാ ഈ കുട്ടി പഠിച്ചത്? എങ്ങനെ ഈ കുട്ടിയുടെ മനസ്സിൽ വിഷലിപ്തമായ ചിന്ത കടന്നു വന്നു? അങ്ങനെ ഈ കുട്ടി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഈ കുട്ടി എന്തെന്ന് വെച്ചാൽ പിന്നെ ആൺകുട്ടിയുടെ മുടി പിടിച്ചപ്പോ ഈ ആൺകുട്ടി എന്ത് ചെയ്തു? 10 വയസ്സുകാരൻ തട്ടിമാറ്റി കുളത്തിലേക്ക് വീണ് കുട്ടി മരിച്ചു. അവസാന നിയമപാലകർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 10 വയസ്സുകാരനായ കുട്ടിയുടെ മനസ്സ് ഇത്രയും വിഷലിപ്തമായ ചിന്തകൾ ഉൾക്കൊള്ളാൻ കാരണം എന്താണെന്നറിയുമോ? അത് പറയാണ്, നിരന്തരമായി വീട്ടിനുള്ളിൽ വെച്ച് അമ്മയും അച്ഛനും സെക്സ് ഫിലിം കാണുന്നു. ഇത് ഈ കുട്ടിയും കാണാനിടയായതാണ് ഇതിന് കാരണം. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്ക്. വീട്ടിലെ ടെലിവിഷനും അതിലൂടെ വലിച്ചുവെച്ച ചാനലുകളും ഇനി നമുക്ക് ആവശ്യമാണോ, ഉപകാരമാണോ, ഉപദ്രവമാണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഫി ആദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. ഈ സമൂഹത്തിൽ സുനാമി ഉണ്ടാകും. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി പിളർത്തിയിട്ട് അതിൽ ആളുകളെ ഇട്ട് മൂടുക. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു വമസ്ഖുൻ, മനുഷ്യരെ രൂപം മാറ്റുന്ന ശിക്ഷ. പന്നീന്റെ തല പന്നീന്റെ രൂപാക്കി മാറ്റുക, നായന്റെ രൂപാക്കി മാറ്റുക. മൂന്നാമത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഖദ്ഫുൻ, ചരൽ വർഷം. ഇത് മൂന്നും കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ വമത്താദാക, അതെന്നാണ് സംഭവിക്കുക? അതെന്ന് സംഭവിക്കുക റസൂലെ ഒന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇദാ ലഹറത്തിൽ കൈനാത്ത്, പാട്ടുപാടി നൃത്തം ചെയ്യുന്ന പെണ്ണ് പ്രത്യക്ഷപ്പെട്ടാൽ നീ പ്രതീക്ഷിച്ചോ, അവിടെ സുനാമിയുണ്ട്, അവിടെ ഭൂകമ്പമുണ്ട്, അവിടെ ചരൽ വർഷമുണ്ട്, അവിടെ മനുഷ്യരെ രൂപം മാറ്റുന്ന ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ പരിശോധിക്കുക, എ മുതൽ സെഡ് വരെയുള്ള ചാനൽ, ഏത് ചാനലിലാണ് പാട്ടുപാടി നൃത്തം ചെയ്യുന്ന പെണ്ണില്ലാത്ത ഏത് ചാനലാണ്? എനിക്ക് അത്ഭുതം തോന്നി. എന്തറിയോ, ഈ സംഗീതത്തോടുള്ള ഭ്രമം ചെറുപ്പക്കാരിൽ മാത്രമല്ല എല്ലാരിലും ഉണ്ട്. ഞാനൊരിക്കല് കാസർഗോഡ് ജില്ലയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കാലത്ത് ഒരു ഫേമസ് ആയ ഒരു പാട്ടുണ്ടായിരുന്നു, എന്റെ കൽബിൽ നീയാണ് ഫാത്തിമ എന്നുള്ളൊരു പാട്ട്. അപ്പോ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പാട്ടിങ്ങനെ വരുന്നുണ്ട്, എന്റെ കൽബിൽ നീയാണ് ഫാത്തിമ എന്നുള്ള പാട്ട്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ആലോചിച്ചു എവിടുന്നാണ് വരുന്നത്. ഞാൻ അവസാനം നോക്കുമ്പോ ഒരു 80 വയസ്സ് തോന്നിക്കുന്ന വെല്ലിപ്പാന്റെ മൊബൈലിലെ റിംഗ്ടോണാ എന്റെ കൽബിൽ നീയാണ് ഫാത്തിമ എന്നുള്ള പാട്ട്. ലോകത്തിന്റെ പോക്ക് നോക്കണം സഹോദരങ്ങളെ. പ്രായഭേദമന്യേ സംഗീതത്തോടുള്ള ഭ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം പ്രസക്തമായി തീരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ അല്ലാഹു ഹറാമാക്കിയ സംഗീതം ഹലാലാക്കുന്ന, അല്ലാഹു ഹറാമാക്കിയ വ്യഭിചാരത്തെ ഹലാലാക്കുന്ന, അല്ലാഹു ഹറാമാക്കിയ ഈ രൂപത്തിലുള്ള മദ്യത്തെ ഹലാലാക്കുന്ന ഒരു സംഘം ആളുകൾ ഇവിടെ വരിക തന്നെ ചെയ്യുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. എന്താ രണ്ടാമത് പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നാമത്തത് ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ്, പാട്ടുപാടി നൃത്തം ചെയ്യുന്ന പെണ്ണ്. രണ്ടാമത് റസൂലുള്ള പറയാണ് വൽ മആസിഫ്, സംഗീതം. പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നിങ്ങൾ നോക്കൂ, ചെറിയ കുട്ടികളൊക്കെ കാണാം. എവിടെ പോവാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ പാട്ട് കേൾക്കണം, അവർക്ക് നടക്കുമ്പോൾ പാട്ട് കേൾക്കണം, എവിടെ പോവാണെങ്കിലും പാട്ട്. ഇതില്ലാതെ ഒരു അവസ്ഥയില്ല, ഇതില്ലാതെ അവർക്ക് ജീവിതം ഇല്ല എന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു സാഹചര്യങ്ങൾ. ഇവിടെയാണ് അമേരിക്കയിലെ പ്രഗത്ഭനായ ഒരു ശാസ്ത്രകാരന്റെ പഠനം നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടത്. അമേരിക്കയിലെ പ്രഗത്ഭനായ ജെയിംസ് പി സ്റ്റെയർ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റും അതേപോലെ തന്നെ അദ്ദേഹം ഒരു ചരിത്രകാരനും കൂടിയാണ്. അദ്ദേഹം കുട്ടികൾക്കിടയിൽ ഒരു പഠനം നടത്തിക്കൊണ്ട് ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇൻ വൺ സ്റ്റഡി ടീൻ സദ്ദാർ ടോപ്പ് ടു സോയ്സ് ഓഫ് സെക്ഷൽ പ്രഷർ, ടെലിവിഷൻ ഷോ ആൻഡ് മ്യൂസിക്. കുട്ടികൾക്കിടയിൽ ഒരു പഠനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻ വൺ സ്റ്റഡി, ഒരു പഠനത്തിൽ ടീൻ സദ്ദാർ, ടീനേജുകാര് പറയുന്നു, ടോപ്പ് ടു സോയ്സ് ഓഫ് സെക്ഷൽ പ്രഷർ, കുട്ടികൾക്കിടയിൽ ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രണ്ട് സോയ്സുകളാണുള്ളത്. ഒന്ന് ടെലിവിഷൻ ഷോ ആൻഡ് മ്യൂസിക്, ഒന്ന് ടെലിവിഷൻ ഷോയും രണ്ടാമത്തത് മ്യൂസിക്കും. അള്ളാഹുവിന്റെ റസൂല് ഹറാമാണെന്ന് പറയുമ്പോ അത് സ്വീകരിക്കാൻ, അത് നെഞ്ചിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് മടിയാണ്. എന്നാൽ ജെയിംസ് പി സ്റ്റെയർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ശാസ്ത്രകാരൻ പറഞ്ഞു എന്നറിയുമ്പോ നമ്മുടെ മനസ്സ് പടക്കുന്നുണ്ട്, ഹൃദയം പടക്കുന്നുണ്ട്. കാരണം അതൊരു സത്യമാണോ എന്ന ചിന്ത കൊണ്ട്. എന്താ റസൂലുള്ള പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഇത്ര മടി? അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ വലിയ മടിയാണ്. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കണം. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അവസാനമായി 2-3 കാര്യങ്ങൾ കൂടെ. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അധർമ്മമാണ് ഗേ സെക്സും ലെസ്ബിയൻ സെക്സും. എന്താണ് ഗേ സെക്സ്? സുവർഗരതി. നമുക്കറിയാം, 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് നാസ് ഫൗണ്ടേഷൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുക വഴി സുവർഗ വിവാഹം അനുവദിക്കപ്പെട്ടതായി നമ്മൾ വായിച്ചു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരീക്ഷണമായ ഒരു വിഷയമായി നമ്മളതിനെ കാണുകയും ചെയ്തു. ഇന്ന് പുരുഷന് ആവശ്യമില്ല വികാരപൂർത്തീകരണം, പുരുഷന് സ്ത്രീയെ ആവശ്യമില്ല വികാരപൂർത്തീകരണത്തിന്. പുരുഷൻ വികാരപൂർത്തീകരണത്തിന് വേണ്ടി പുരുഷനെ തന്നെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം.
സ്ത്രീ വികാരപൂർത്തീകരണത്തിന് പുരുഷനെ ആവശ്യമില്ലാതെ സ്ത്രീയെ തന്നെ പുൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. ആരെങ്കിലും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്ത സ്വവർഗരീതി ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഖാലഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അല്ലാഹുവിന്റെ ശാപം അവന് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല വേറെ ഹദീസിൽ നമുക്ക് കാണാം. എന്താണ് വേറെ ഹദീസിൽ നമുക്ക് കാണാം? അതിൽ പറയുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്ത്. ആരെങ്കിലും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലെ ഈ അധർമ്മം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടാൽ ഫഖ്തുലു അൽ ഫാഇല വൽ മഫ്ഊല ബിഹി. ചെയ്യുന്നവനെയും ചെയ്യപ്പെടുന്നവനെയും എറിഞ്ഞു കൊല്ലണം, അവരെ കൊന്നുകളയണം. അതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഇത് തമാശയല്ല, വളരെ ഗൗരവത്തിൽ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിന്റെ പദം തന്നെയതാ, ഫഖ്തുലു അൽ ഫാഇല വൽ മഫ്ഊല ബിഹി. അവനെ കൊല്ലണം. വേറെ ഹദീസിൽ കാണാം, ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മതി. എന്റെ സമൂഹത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അധർമ്മത്തെയാണ് എന്റെ സമൂഹത്തിന്റെ പേരിൽ എന്റെ ഉമ്മത്തിൽ വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ആ തിന്മയുടെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല. വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, ഇർജിമു അല്ല അലാ വൽ അസ്ഫൽ. മുകളിലുള്ളവനെ താഴെയുള്ളവനെ എറിഞ്ഞങ്ങോട്ട് കൊന്നളണം. അത്രയും ഗൗരവമുള്ള വിഷയമായിട്ട് ഇസ്ലാം നമ്മളെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, അവസാനമായി പറയട്ടെ, ഇന്നത്തെ നമ്മുടെ സഹോദരിമാരുടെ വസ്ത്രധാരണ രീതി, വ്യഭിചാരമെന്ന് പറയുന്ന അധാർമിക പ്രവർത്തനം സമൂഹത്തിൽ പ്രചാരം നേടിയത് ഈ ആളുകളുടെ വസ്ത്രധാരണ രീതിയിലുള്ള ന്യൂനതകളാണെന്ന് സാംസ്കാരിക നായകന്മാർ വരെ വലിയ വേദികളിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല പെൺകുട്ടികളും വസ്ത്രം ധരിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് ആൺകുട്ടിയാണോ എന്ന് തോന്നിപ്പോകും. ആ മുടിയില്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോകും ഇതൊരു ആൺകുട്ടി തന്നെയാട്ടോ, ഇത് ഏതോ മുഹമ്മദോ റസാക്കോ അല്ലെങ്കിൽ കുഞ്ഞിപ്പോക്കറോ അങ്ങനെ ആരോ ആണ് എന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലാണ് വസ്ത്രധാരണ രീതി. എന്നിട്ടോ മാറുമറക്കാത്ത തലമറക്കാത്ത എത്രയെത്ര സ്ത്രീകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഠിച്ചു വെക്കണം, ലോകത്തിന്റെ തമ്പുരാൻ പീഡനങ്ങളിൽ നിന്ന് ഒരു സുരക്ഷിത മാർഗം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ലോകത്തിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകത്തോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നത്, യാ അയ്യുഹൻ നബി ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, റസൂലേ അങ്ങയുടെ ഭാര്യമാരോട് പറ. റസൂലുള്ളാഹിനോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാനല്ല, ആദ്യം പറയുന്ന റസൂലുള്ളാഹിനോട്, അങ്ങയുടെ ഭാര്യമാരോട്. വബനാതിക അങ്ങയുടെ പെൺമക്കളോട് പറയണം. വനിസാഇൽ മുഅ്മിനീൻ മുഅ്മിനത്തുകളായ സ്ത്രീകളോടും പറയണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ മൂടുപടങ്ങൾ അവരുടെ ശരീരത്തിൽ മുഴുവനായും മൂടിക്കൊള്ളട്ടെ. അല്ലാതെ മാറ് കാണിച്ച് ശരീരം കാണിച്ച് അല്ല പോകേണ്ടത്. ശരീരം മുഴുവനും മറക്കുന്ന രൂപത്തിലാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത്. എത്രത്തോളം അറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണിനോട് ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി പുറത്തിറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയായ പെണ്ണാണ് എന്നുവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറെ ഹദീസിൽ കാണാം, അഴീനൊന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി. ആളുകൾക്കിടയിൽ ഞാനൊരു നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നൊന്നും ഇല്ലേ, ആ ഒരു രീതിയിൽ നടക്കുന്ന പെണ്ണിനെ പറ്റി റസൂൽ എന്താ പറഞ്ഞറിയോ? ഫഇന്നഹാ സാനിയ വ്യഭിചാരിണിയായ പെണ്ണാണ്, ശ്രദ്ധിക്കണം. അവസാന കാലം വരുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം നരകത്തിന്റെ ആളുകളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഖാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷേ വിവസ്ത്രരാണ്, കൊഞ്ചിക്കൊയഞ്ഞാടി നടക്കും. റഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയായിരിക്കും അവരുടെ തലമുടി. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് എന്താ റസൂൽ അവസാനം പറഞ്ഞെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്ത് പോകാൻ കഴിയില്ല. വലാ യജിദ്ന റീഹഹ, അതിന്റെ വാസന പോലും അനുഭവിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് സഹോദരിമാരെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വസ്ത്രം ഇസ്ലാമിക നിയമത്തിനപ്പുറത്തേക്ക്, ഇസ്ലാമിക വൃത്തത്തിനപ്പുറത്തേക്ക് നമ്മുടെ വസ്ത്രം നീണ്ടുപോകാൻ പാടില്ല, നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചാൽ ആ നിയമം പാലിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഗുലുവല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിക്ക് അങ്ങാടിയിലൂടെ ഇങ്ങനെ പോവാ. അപ്പോ ഒരു മനുഷ്യന്റെ വസ്ത്രം ഇങ്ങനെ താണു കിടക്കുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂൽ ചോദിച്ചു, ആഹാ വസ്ത്രം കയറ്റി കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, റസൂലേ, ഞാനിങ്ങനെ അങ്ങട് പിന്നെ എന്റെ ഒരു മനഃപൂർവ്വമായൊരു ചെയ്തിയല്ല അത്, മറിച്ച് എന്റെ കാലിലൊരു ചട്ടയുണ്ട്, അതുകൊണ്ട് അതൊന്നും മറക്കാൻ ഞാൻ അങ്ങനെ ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞേ? സാരയില്ല കേട്ടോ, ഇജ്ജ് അങ്ങനെ ചെയ്തോ എന്നാ പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, നിന്റെ കാലിന്റെ ന്യൂനത നിന്റെ സൗന്ദര്യമാണ്, അതുകൊണ്ട് നീ പാന്റ് നെരിയാണിക്ക് മുകളിൽ തന്നെ കയറ്റി വെക്കണം, വസ്ത്രം നെരിയാണിക്ക് മുകളിലേക്ക് കയറ്റി വെക്കണം. അപ്പോ ചില ആൾക്കാർ കേട്ടിട്ട് സങ്കുചിതമായ നിലപാട് റസൂലുള്ള എടുത്ത തീരുമാനേ സങ്കുചിതമായ തീരുമാനം ആണോ സഹോദരങ്ങളെ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും രഹസ്യം പറയാൻ വന്ന മനുഷ്യൻ തിരിച്ചു പോകുമ്പോ മരണത്തിന്റെ കടക്കയിൽ വെച്ചുകൊണ്ട് പറയുന്നു, നിന്റെ പാന്റ് നീ ഉയർത്തി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്ക് സങ്കുചിതമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ സംസ്ഥാപനമാണ്, ഈ പ്രവാചകന്റെ സ്വഹാബിമാർ ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് എന്ന തിരിച്ചറിവാണ് ഇത് പറയാനും ഇത് ചെയ്യാനും ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നെ ആൺകുട്ടികളുടെ വസ്ത്രധാരണം അവസാനിപ്പിക്കാണ്. ഇപ്പോ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ മോഡലും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പുതിയ മോഡൽ? അങ്ങാടിയിലൊക്കെ ചെന്നാൽ കാണാം, അണ്ടർവെയർ കാണിച്ചിട്ട് നടക്കുക. ഇതാട്ടോ, കണ്ടോളിട്ടോ, പുതിയ കമ്പനിയാണ്. എന്തൊരു ഉളുപ്പില്ലാത്ത, ഏത് സംസ്കാരമായത്? അണ്ടർവെയർ കാണിച്ചിട്ട് നടക്കുക. പിന്നെ വേറൊരു ടീമുണ്ട്, അതേതാണെന്നറിയോ? അങ്ങാടിയിലൊക്കെ ചിലപ്പോ ബസ് സ്റ്റോപ്പിലൊക്കെ നിങ്ങൾ നിന്നാൽ തന്നെ നിങ്ങൾക്ക് തോന്നും ഓന്റെ പാന്റ് വീണ് താഴെത്തിന്ന് വിചാരിക്കും. ഇവിടെ ഉണ്ടായ പാന്റ്. ഇതൊക്കെ ഏത് സംസ്കാര? ഇസ്ലാം കൃത്യമായി വസ്ത്രത്തിന്റെ വിഷയത്തിൽ നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമത്തിൽ അധിഷ്ഠിതമായ വസ്ത്രമായിരിക്കണം മുസ്ലിം ധരിക്കേണ്ടത്. മുസ്ലിം ധരിക്കേണ്ട വസ്ത്രധാരണ രീതി ലൈറ്റ് എക്സിബിഷന്റെ സ്റ്റാളുകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു മുസ്ലിമത്തായ സ്ത്രീ ധരിക്കേണ്ട വസ്ത്രധാരണ രീതി കൃത്യമായി സ്റ്റാളുകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. വായിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. കാരണം നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി തന്റെ ഭാര്യയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ട്. അവസാനിപ്പിക്കാൻ കണ്ണിൽ ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ട്. അപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നേ? വീണ്ടും കരയാണ് അദ്ദേഹം. ഇത് കണ്ടപ്പോ ഭാര്യയും കരയാൻ തുടങ്ങി. ഭാര്യയോട് ചോദിച്ചു, മോളെ നീ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചു. അപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങളെ കണ്ണ് നിറഞ്ഞപ്പോ എന്റെ കണ്ണും നിറഞ്ഞു, നിങ്ങളെ ഹൃദയം പടച്ചപ്പോ എന്റെ ഹൃദയവും പടച്ചു, നിങ്ങളെ കൈ ആകെ വറച്ചപ്പോ എന്റെ കൈയും ആകെ വറച്ചു, അങ്ങനെ കരഞ്ഞതാ. എന്നാ മോളെ, ഞാൻ കരഞ്ഞ എന്തിനാണെന്നറിയോ? വെറുതെ കരഞ്ഞല്ല. എന്റെ കണ്ണുകളെ കരയിപ്പിച്ചത് എന്താണെന്നറിയുമോ? ഞാൻ വെറുതെ കരഞ്ഞതല്ല, തമാശക്ക് കരഞ്ഞതല്ല. തമ്പുരാന്റെ ഖുർആനിലെ ഒരായത്തോർത്ത് കരഞ്ഞതാണ്. ആ നരകത്തിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഒരാളെയും കൊണ്ടുപോവുകയില്ല എന്ന ആയത്തോർത്തിട്ടാ ഞാൻ കരഞ്ഞത്. പഠിച്ചോനെ, നരകത്തിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോവല്ലോ എന്നാലോചിച്ച് കരഞ്ഞതാണ്. എന്റെ സഹോദരങ്ങളെ, എന്റെ രക്ഷിതാക്കളെ, അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്റെ രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്തൊരു വിദ്യാർത്ഥി സമ്മേളനമാണല്ലോ. ശരി, നമ്മൾ മരിക്കുമ്പോ ഒന്ന് ആലോചിക്കണേ, നമ്മളൊക്കെ മരണമുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ, നമുക്കൊക്കെ മരണമുണ്ട്, നമ്മളൊക്കെ മരിക്കും. എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടാണല്ലോ മരണം. എനിക്ക് ഓർമ്മ വരുന്നത് ജാബിർ ഖാന്റെ മരണം നമ്മളൊക്കെ ഓർത്തതാണ്. ആ മരിച്ച രംഗവും മയ്യത്തിന്റെ കൂടെ പോയതൊക്കെ നിരവധി തവണ നമ്മൾ സ്മരിച്ചതാണ്. നിങ്ങൾ നോക്കൂ, നമുക്കൊക്കെ മരണം വരും. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, മരിച്ച മയ്യത്ത് അല്ലേ, വാപ്പാന്റെ മയ്യത്ത് വീട്ടിലുണ്ട്, നമ്മൾ പോയി കാണുന്നു, വാപ്പാനെ ചുംബിക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു, ഒക്കെ കാണിക്കുന്നു. പക്ഷേ
വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെച്ച് മയ്യത്തിനെ ഇങ്ങനെ ഉയർത്തി കയ്യിലേക്ക് തലവെച്ച് അല്ലേ നോക്കെ കയ്യിലേക്ക് തലവെച്ച് ശരീരത്തിൽ ഇങ്ങനെ ഇരുത്തി വാപ്പാനെ ഇരുത്തിയിട്ട് ആള് എന്ത് ചെയ്യാന്ന് വയറിങ്ങനെ ഒഴിഞ്ഞിട്ട് വയറ്റിലുള്ളിലെ വൃത്തികേടുകളൊക്കെ ഇങ്ങനെ പുറത്ത് തള്ളുക. എന്നിട്ട് കൈമലൊരു തുണി ചുറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി കൊടുക്കുക. ആരാ ചെയ്യുന്നത്? ഏതോ ഒരാള്. ആരാത്? വാപ്പ. മോന് കുളിപ്പിക്കാന്ന് അറിയില്ലേ? ഞാനൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ എന്തു കുന്താ പഠിച്ചത്? എന്തു കുന്താ നമ്മൾ പഠിപ്പിച്ചത്? എന്റെ സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ചു. നമ്മൾ മരിച്ചിട്ട് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മൾ മോനറിയില്ല. അന്യര് വന്ന് നമ്മുടെ ശരീരം വൃത്തിയാക്കേണ്ടി വരുന്നൊരു ഗതികേട് നമുക്കില്ലാതിരിക്കാൻ എന്റെ സഹോദരങ്ങളെ MSM സംഘടിപ്പിക്കുന്ന ഇഖ്റ പാഠശാലകളിൽ ഇത്തരം ക്ലാസ്സുകളിൽ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞേക്കണം, പഠിപ്പിക്കണം. നോക്കൂ, മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഉമ്മാന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് മോക്ക് നിസ്കരിക്കാൻ അറിയില്ല. ആരാ നിസ്കരിക്കുന്നത്? ഏതോ ഒരു അയൽവാസി പെണ്ണ് വന്ന് നിസ്കരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു അറിയോ, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് കുറേ കുട്ടികളുടെ ഒരു സദസ്സിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ എത്ര പേര് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്? ഇതൊരു സത്യം. മയ്യത്ത് നിസ്കരിച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ കൈപൊക്കി. ഞാൻ ചോദിച്ചു, മയ്യത്ത് നിസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിൽ സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഏത് സൂറത്താ ഓതണ്ടേ? ഒരു കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അല്ലത്താ ഖാദീസുൽ ആശിയ ഓതണ്ടേ. അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിട്ടാന്ന് പറഞ്ഞ കോലത്തിലാണ്. അറിയില്ല മക്കൾക്ക്. എന്റെ സഹോദരങ്ങളെ, ഇതൊരു പഠനത്തിന്റെ വേദിയായി നിങ്ങൾ കണ്ടുകൊണ്ട് ഇനി നമ്മൾ പഠിക്കാൻ ആരംഭിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ മരിച്ചാൽ എല്ലാം അവസാനിച്ചു, 3 കാര്യങ്ങൾ ഒഴികെ. സ്വദഖത്തുൻ ജാരിയ വ ഇൽമുൻ യുൻതഫഉ ബിഹി. സ്വദഖത്തുൻ ജാരിയ, ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമാകുന്ന വിജ്ഞാനം. 3 റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ഉണ്ടാവോ? 60 കൊല്ലത്തെ ജീവിതം കൊണ്ട് അങ്ങനത്തെ ഒരു മോനെ സമ്പാദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 70 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒരുപാട് സമ്പത്തുകൾ വെട്ടിപ്പിടിക്കുന്നതിനിടയിൽ, സാമ്പത്തികമായ ഭദ്രത വരുത്തുന്നതിനിടയിൽ നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ മറന്നുപോയവരോട് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാകണം. സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ മകന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഖുദ്സിയായ ഒരു ഹദീസ് കൂടെ സൂചിപ്പിക്കൊണ്ട് അവസാനിപ്പിക്കാൻ. സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യന്. അപ്പൊ ആ മനുഷ്യൻ അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ, ഞാൻ ഇത്ര വലിയ നന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കെന്തിനാ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം തരുന്നത്? അപ്പോ അള്ളാഹ് പറയാണ്, എന്താ പറഞ്ഞെന്നറിയോ? ഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മോന്റെ പ്രാർത്ഥന കൊണ്ടാണ്. ആലോചിക്കണം. ഇൻസൈറ്റ് എക്സിബിഷനിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മ, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാവുന്ന, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയാവുന്ന, 5 നേരവും കരയുന്ന കണ്ണുകളുമായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മകളെ ജീവിതത്തിൽ 60 കൊല്ലത്തെ ജീവിതം കൊണ്ട് സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. 10-70 കൊല്ലത്തെ ജീവിതം കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അങ്ങനത്തെ ഒരു മകനെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന നല്ല മക്കളാക്കി മാറ്റി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നാളെ നടക്കുന്ന മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ എല്ലാ സഹോദരങ്ങളും പങ്കെടുക്കണമെന്ന് ഒന്നുകൂടെ കൊണ്ടാണ് വിധ നന്മകളും പ്രതിഫലങ്ങളും നമ്മെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.